ഗുഡ് ഈവനിങ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 2-ാം വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഈ 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ 1-ാം ഭാഗം, 1-ാമത്തെ സങ്കീർത്തനം നമുക്ക് തരുന്ന ചിന്ത, ദൈവത്തെ അനുസരിച്ച് ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരും ദുഷ്ടന്മാരും, അവർ അസന്മാർഗിക ജീവിതത്തിൽ ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. നീതിമാനെ ദൈവം പിന്തുണയ്ക്കും. നീതിമാന്മാരുടെ വഴി യഹോവയെ അറിയും, അവരെ പരിപാലിക്കും എന്നാണ് പറയുന്നത്. ദുഷ്ടന്മാരോ നശിച്ചു പോകും. നീതിമാന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരാണ്. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റടിക്കുമ്പം അവർ തകർന്നു പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സൊസൈറ്റി ചിലവരെ കണ്ടിട്ടുണ്ട്. നമുക്കൊരു കുടി സ്റ്റാർട്ട് ചെയ്യും. അത് എല്ലാവരും കമ്പനി കൂടുമ്പോൾ കുടിക്കാൻ തുടങ്ങും. പിന്നെ അവർക്ക് ജീവിതത്തിൽ നിന്ന് അത് എടുത്തു മാറ്റുവാൻ സാധിക്കില്ല. അതുപോലെയാണ് പാപം. പാപം പെട്ടെന്ന് കയറി പിടിക്കുന്നതല്ല, അത് പതിയെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയാണ്. നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൽ പാപക്ഷമ പ്രാപിച്ച് ജീവിക്കാം. ന്യായപ്രമാണങ്ങൾ പ്രമാണിച്ച് നമുക്ക് ജീവിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. നീതിമാൻ വീണാലും നിലം പരിചാകുകയില്ല. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ നമുക്ക് രാപ്പകൽ ധ്യാനിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും എന്നും നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, യഹോവയുടെ കൽപ്പനകളെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് രാപ്പകൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ കൃപ അധികമായി ചൊരിഞ്ഞു നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദുഷ്ടന്മാരെ പോലെ ആകുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധി പ്രാപിച്ച് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കുരിശുമരണത്താൽ ഞങ്ങൾക്ക് പാപക്ഷമ നൽകിയതിനായി സ്തോത്രം ചെയ്യും. പാപത്തെ വിട്ട് വെറുത്ത് ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.